ഹലോ എവരിവൺ, MBA ക്ലൗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനലിൽ വന്ന നിരവധി സംശയങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. Q&A സെഷൻ, ഓൾ യുവർ ഇമ്പോർട്ടൻറ്റ് ഡൗട്ട്സ് ആൻസേർഡ്. ഇത് പാർട്ട് 1 ആണ്. ഇതിൽ സെക്കൻഡ് പാർട്ടും കൊണ്ട് നമുക്കുണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുകയാണ് നമ്മൾ. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട്. കമൻസുകൾക്കൊക്കെ ഇൻഡിവിജ്വൽ റിപ്ലൈ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചില കാര്യങ്ങളെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചില ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ടോ നമ്മൾ കവർ ചെയ്യുന്നത്. എസ്പെഷ്യലി MBA അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ്. അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, കുസാറ്റുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത GMAT എക്സാമിനെ പറ്റി ചോദിച്ചിട്ട് ആൾക്കാരുണ്ട്. കേരളത്തിലെ ടോപ്പ് റാങ്കായ കോളേജുകൾ, GD ഇൻ്റർവ്യൂ പ്രോസസ്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഈ രണ്ട് വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുസാറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുസാറ്റ് എനിക്ക് 493 മാർക്കാണ്. ആപ്ലിക്കേഷൻ കൊടുക്കാൻ എങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ളതാണ്. ഓൾറെഡി ഇത് നമ്മൾ കുസാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തതാണ്. അത് നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ പിൻ ചെയ്യുന്നു. നിങ്ങൾ പല ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. വീഡിയോസ് നോക്കി പലരും ഉത്തരം കാണാൻ പറ്റും. അഡ്മിഷൻ പ്രോസസ്സ് നമ്മളിവിടെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. കുസാറ്റിൽ സാധാരണ ഒരു ക്യാറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്ന കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ MBA അങ്ങനെ ടെസ്റ്റ് ഇല്ല. കാരണം കെമാറ്റ്, സിമാറ്റ്, ക്യാറ്റ് മറ്റങ്ങനെ എൻട്രൻസ് എക്സാംസുകൾ ഉള്ളതുകൊണ്ട് MBA സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഇല്ല. ഈ സിമാറ്റ്, ക്യാറ്റ്, കെമാറ്റ് സ്കോറുകളൊക്കെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നോർമലൈസ് ചെയ്താണ് ഒരു കാറ്ററൈസ് ചെയ്യുന്നത്. നോർമലൈസ് പറഞ്ഞാൽ ഇപ്പോൾ ക്യാറ്റിന് കിട്ടിയ മാർക്കിന് ഇപ്പോൾ ക്യാറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒരു ക്യാറ്റിനൊരു 70% കിട്ടിയാൽ അതൊരിക്കലും സിമാറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സിമാറ്റിന് 70% ക്യാറ്റിനേക്കാളും കുറവ്. അപ്പോൾ ക്യാറ്റ്, സിമാറ്റ്, കെമാറ്റ് ഈ ഒരു ഓർഡറിലായിരിക്കും ഒരു നോർമലൈസേഷൻ നടത്തുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ 70% അപ്പം ക്യാറ്റിന് കിട്ടിയാലും സിമാറ്റിന് കിട്ടിയാലും കെമാറ്റിന് കിട്ടിയാലും ഒരുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്യാറ്റിന് കിട്ടുന്നത് നോർമലൈസ് ചെയ്ത് വേറെ ഹയർ സ്കോർ ആയിരിക്കും. സിമാറ്റ് കിട്ടും നോർമലൈസ് ചെയ്ത് വേറെ സ്കോർ ആയിരിക്കും. കെമാറ്റിന് കിട്ടുന്നത് വേറെ സ്കോർ ആയിരിക്കും. അപ്പം നോർമലൈസ് ചെയ്യുക മൂന്ന് എക്സാമിൻ്റെയും ഡിഫിക്കൽട്ടി ലെവൽ വേറെ ആയതുകൊണ്ട് നോർമലൈസ് ചെയ്ത സ്കോറാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാംസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പബ്ലിക്കേഷൻ വിൻഡോയിൽ നിങ്ങളുടെ മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളനുസരിച്ച് ഫില്ലപ്പ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ കുസാറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്ലിക്കേഷൻ ഫീ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ക്യാറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടയ്ക്കേണ്ടി വരും. അത് അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിനുള്ള ഫീ ആണ്. സോ കൺവിഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അത് പേ ചെയ്യേണ്ടതായിട്ട് വരും. കുസാറ്റ് മാത്രമല്ല, പല MBA കോളേജുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ചില MBA കോളേജുകൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് ഫീ വാങ്ങുന്നു, ചില ആൾക്കാർ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുടെ ഫീ വാങ്ങുന്നു. അപ്പോൾ എന്തായാലും അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്ന ഫീ ഉണ്ട്. അപ്പോൾ അത് സോ യു നീഡ് ടു പേ, അത് പേ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ, അപ്പം ജനറലി അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാവും. അപ്പം അപ്ലൈ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം മിഡ് വരെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഡെഡ്ലൈൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ എക്സാംസ് എന്ന് പറയാൻ എല്ലാ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ക്യാറ്റ് വന്നു, സിമാറ്റ് വന്നു, കെമാറ്റ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം GD ഇൻ്റർവ്യൂവിന് നോക്കിയിട്ട് വിളിക്കും. അപ്പം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നത്, ഇത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് കുസാറ്റിൽ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. കുസാറ്റിലെ കട്ട് ഓഫ് മാർക്ക് ചാൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ച പോലെ തന്നെ അത് നമ്മുടെ അങ്ങനെ കറക്റ്റ് ഡാറ്റ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്ന റിസർവേഷൻ കാറ്റഗറി ഒക്കെ ഉണ്ട്, നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അപ്പം ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇവിടുത്തെ ടോപ്പ് റാങ്ക്ഡ് എല്ലാവരും ആളുകളും അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്യാമ്പസാണ് കുസാറ്റ് എന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, GD ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് കൂടെ നോക്കിയിട്ടാണ്, GDPയുടെ കൂടെ നോക്കിയിട്ടാണ് കുസാറ്റിൽ ഫൈനൽ റാങ്ക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾ അത്യാവശ്യം സ്കോർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 300 മുകളിലൊക്കെ സ്കോർ ഉണ്ടെങ്കിൽ, അറൗണ്ട് 400 ഒക്കെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം GD ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും അപ്ലൈ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനിവേ അതൊരു ഇപ്പോൾ ഇൻ കേസ് അപ്ലൈ ചെയ്തില്ലെങ്കിലും അത് പ്രോസസ് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ നന്നായിട്ട് GD ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനും ശ്രമിക്കുക. GD ഇൻ്റർവ്യൂവിന് അങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എനി ചാൻസ് ഫോർ ഗവൺമെൻറ് കോളേജസ്? എനിക്ക് 81% ഉണ്ട്. കെമാറ്റിന് ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. ഗവൺമെൻറ് കോളേജുകളിൽ ഒന്നാമത് നിൽക്കുന്ന കുസാറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കുസാറ്റാണ്. അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും അവരുടെ MBA പ്രോഗ്രാമുകളും ഉണ്ട്. അപ്പം MG യൂണിവേഴ്സിറ്റിയിലുണ്ട്, കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുണ്ട്, അതുപോലെ തന്നെ കുഫോസിലുണ്ട്, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇവിടെ എല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പ്രോഗ്രാമുകളുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ പ്രോഗ്രാം, അതുപോലെ തന്നെ ചില ഡിസ്റ്റൻസ് സെൻറ്റേഴ്സുകളുമുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രോഗ്രാം ആയിരിക്കും കുറച്ചുകൂടെ
ക്വാളിറ്റി പ്രോഗ്രാംസ് ക്യാമ്പസ് യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് മറ്റ് കോളേജുകളിൽ എല്ലാ കോളേജിലും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം, കുസാറ്റിലാണെങ്കിൽ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം, കുഫോസിലാണ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കോളേജുകളൊക്കെ ക്യാമ്പസുകളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ 3-4 ക്യാമ്പസുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേജ്. ഓക്കെ, ഓരോ സ്ഥലത്ത് കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഡാറ്റ നമ്മുടെ കയ്യിലില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിലൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പഠിച്ച സീനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിവേ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത്തവണ KMAT എഴുതാത്ത ആൾക്കാർക്ക് അടുത്ത എക്സാം എന്നാണെന്നാണ് ചോദിക്കുന്നത്. അടുത്ത KMAT എക്സാം ജൂൺ ജൂലൈ മാസത്തിലായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ചാൻസും കൂടി ഉണ്ട്. കേരളത്തിലെ MBA കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള അവസരം കിട്ടുന്നതാണ്. KMAT എക്സാം എഴുതാൻ പറ്റാത്ത ആൾക്കാർ പ്രിപ്പയർ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻ 1-2 മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ക്വാളിഫൈഡ് ആകണം. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ജൂൺ ജൂലൈ മാസത്തിൽ തീർച്ചയായിട്ടും എക്സാം ഉണ്ടാവും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് എക്സാം ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഈ എക്സാം എഴുതിയ ആൾക്കാർക്ക് അടുത്ത എക്സാം എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ സജഷൻ വെച്ചിട്ട് നിങ്ങൾ ഈ എക്സാം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അടുത്തൊരു എക്സാമിന് ഇപ്പോൾ KMATൻ്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്ത ശേഷം അപ്പം അതുകൊണ്ട് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം ടോപ്പ് റാങ്ക് ആയിട്ടുള്ള കോളേജുകളൊക്കെ തന്നെ ഫസ്റ്റ് KMAT മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. ടോപ്പ് റാങ്ക് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുസാറ്റോ രാജഗിരിയൊക്കെ ചില 1-2 കോളേജുകളൊക്കെ ഫസ്റ്റ് KMAT മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ വീണ്ടും ഒരു KMAT ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് KMATന് ഫെയിൽഡായി പോവുകയോ ഫസ്റ്റ് KMAT മിസ്സായി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് KMAT എഴുതാം. ഒരു സ്കോർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് അത്ര വലിയ കാര്യമായിട്ട് വരുന്നില്ല. കാരണം സ്കോറിനെ ബേസ് ചെയ്തിട്ടല്ല മിക്ക കോളേജുകളിലും, അപൂർവ ചില കോളേജുകൾ മാത്രമേ അങ്ങനെ ഒരു കേസ് വരുന്നുള്ളൂ. അത് എന്തായാലും തന്നെ അങ്ങനെയുള്ള കോളേജുകളാണെങ്കിൽ അവർ ഫസ്റ്റ് KMAT ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ്. സോ മിസ്സായ ആൾക്കാർക്ക് ഫെയിലായ ആൾക്കാർക്ക് സെക്കൻഡ് KMAT എഴുതാം, പ്രിപ്പയർ ചെയ്യാം. നൗ ഈ KMAT എഴുതിയവർക്ക് ജൂണിലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഈ സ്കോർ എന്താണ് പരിഗണിക്കുക? ഇതിനെ ഉത്തരം പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ചില കോളേജുകൾ ഫസ്റ്റ് KMAT പരിഗണിക്കുകയുള്ളൂ, ചില കോളേജ് 2 KMAT പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ KMATൻ്റെ സ്കോർ ചില കോളേജുകളിൽ മാത്രമേ കുസാറ്റ് ടോപ്പ് ആയിട്ടുള്ള ചില കോളേജുകളിൽ മാത്രമേ KMATൻ്റെ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മറ്റ് പല കോളേജുകളും അവർ കൺസിഡർ ചെയ്യുന്നത് KMAT ക്വാളിഫൈഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇന്ന മാർക്കിന് മുകളിലോട്ട് ഉണ്ടോ എന്നൊക്കെ മാത്രമേ ചിലപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ GD ഇൻ്റർവ്യൂവിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടാവുന്ന കേസുകളാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു KMAT എഴുതേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള കോളേജുകളാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അവർ സെക്കൻഡ് KMAT ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടാകത്തില്ല. എസ്പെഷ്യലി കുസാറ്റോ രാജഗിരിയൊക്കെ. അപ്പം ഇതൊരു കുസാറ്റ് എന്തായാലും കൺസിഡർ ചെയ്യുന്നില്ല, രാജഗിരിയുടെ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അപ്പം ഫസ്റ്റ് KMAT ആയിരിക്കും പലരും കൺസിഡർ ചെയ്യുന്നത്. ചില ഗവൺമെൻറ് സെക്ടറിലെ ചില യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും അങ്ങനെ ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ MG യൂണിവേഴ്സിറ്റിയിലോ കേരള യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കുഫോസിലൊക്കെ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ഫസ്റ്റ് KMAT മാത്രമേ ഇപ്പം കൺസിഡർ ചെയ്യുന്നുണ്ടാകത്തുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു KMAT എഴുതിയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയോജനം കിട്ടണം നിർബന്ധമില്ല. പക്ഷേ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതാം. നിങ്ങൾക്ക് അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും സ്കോർ ഉണ്ടെങ്കിൽ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ സ്കോർ വെച്ച് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഡിവിജ്വലായിട്ട് റിസൾട്ട് കിട്ടില്ലേ ചോദിക്കുന്നു. ഇൻഡിവിജ്വലായിട്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്കോർ കാർഡ് കിട്ടും. അത് നിങ്ങൾ ലോഗിൻ ചെയ്യുക, എന്നിട്ട് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ്. നിങ്ങളുടെ SLC ബുക്ക് പോലെ +2 ബുക്ക് പോലെ ഡിഗ്രി മാർക്ക് ഷീറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഡോക്യുമെൻ്റ് ആണ് സ്കോർ കാർഡ്. സ്കോർ കാർഡ് വെച്ച് വേണം നിങ്ങൾ മറ്റ് എല്ലാ കോളേജിലും അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിൻ്റെ കണക്ട് ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സപ്ലിമെൻ്ററി എക്സാം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? സപ്ലിമെൻ്ററി എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KMAT എഴുതാൻ തടസ്സമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ MBAക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ എക്സാംസ് ക്ലിയർ ചെയ്യണമെന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സെക്കൻഡ് KMAT ആക്സെപ്റ്റ് ചെയ്യുന്ന കോളേജസ് അറിയോ? ഇതിൻ്റെ ഉത്തരം വെച്ചിട്ടില്ല. ഒരുവിധം എല്ലാ കോളേജുകളും സെക്കൻഡ് KMAT ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ബിക്കോസ് പലപ്പോഴും കേരളത്തിൽ പല കോളേജുകളിലും അഡ്മിഷൻസ് ഫില്ലാകാറില്ല. ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള 10-15 കോളേജുകളിലാണ്, ഒരു മാക്സിമം 20 കോളേജസിലാണ് സീറ്റ്സ് കംപ്ലീറ്റ് ഫില്ലാകാറുള്ളത്. അപ്പോൾ അഡ്മിഷൻ കിട്ടാനായിട്ട് ഒരിക്കലും ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷേ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 20 കോളേജസിൽ അഡ്മിഷൻ കിട്ടുന്നിടത്ത് മാത്രമേ ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. സോ സെക്കൻഡ് KMAT അക്സെപ്റ്റ് ചെയ്യുന്ന നിരവധി കോളേജുകളുണ്ട്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. Now this is very important question. എൻ്റെ മകൻ ഡിഗ്രി BSc ഫിസിക്സ് ആയിരുന്നു. 2025 KMAT എക്സാം 20 ഇത്ര മാർക്കുണ്ട്.
അഡ്മിഷൻ ചെയ്യാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെ കോളേജിലാണ് ഗവൺമെൻറ് വെച്ച് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് പറഞ്ഞതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഓരോ കോളേജ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. പിന്നീട് അവിടെ ഒരു GD ഇൻ്റർവ്യൂ ഉണ്ട്. ചില കോളേജ് GD ഇൻ്റർവ്യൂ കൂടാതെ മറ്റൊരു ടെസ്റ്റും കൂടി ഉണ്ടാവും. ആ GD ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പിന്നീട് അവർക്ക് റാങ്ക് ലിസ്റ്റ് ഇടും. ഒരു കോളേജ് റാങ്ക് ലിസ്റ്റ് ഇടും. റാങ്ക് ലിസ്റ്റ് ഇട്ട ശേഷം കോളേജ് നിങ്ങളോട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറയും. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ലെറ്റർ, ഒരു കോൾ ലെറ്ററോ അല്ലെങ്കിൽ ഒരു ജോയിനിങ് ലെറ്ററോ ഓഫർ ലെറ്ററോ ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ കോളേജ് ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ്. ഒരു ജൂൺ ജൂലൈ മാസം, ചിലപ്പം ഓഗസ്റ്റ് മാസത്തിലൊക്കെ ആയിട്ടൊക്കെ ചില യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ചില കോളേജിലൊക്കെ ഒരു സെപ്റ്റംബർ മാസമൊക്കെ പോകും. ഒക്കെ ആയിട്ട് ക്ലാസ്സുകളൊക്കെ തുടങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിട്ട് തന്നെ മിക്കതും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അപ്ലൈ ചെയ്യുക, GD ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ടെസ്റ്റ് പ്രോസസ്സ് അറ്റൻഡ് ചെയ്യുക, അഡ്മിഷൻ പ്രോസസ്സ് അറ്റൻഡ് ചെയ്യുക. അഗെയിൻ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അവിടുത്തെ പ്രോസസ് അനുസരിച്ച് അവർ പറയുന്ന ഫീ അടച്ച് അഡ്മിഷൻ എടുക്കുക. ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ്, സാധാരണ പ്രോസസ്സ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി GD ഇൻ്റർവ്യൂ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചാനലിൽ ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള GD പ്രിപ്പറേറ്ററി വീഡിയോസുകളൊക്കെ അക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഒപ്പം തന്നെ ജോയിൻ ഓപ്ഷൻ ഉപയോഗിക്കാം. ജോയിൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില വീഡിയോസുകൾ നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ റീസെൻറ്റ് വീഡിയോസുകൾ, ട്രെൻഡിങ് ടോപ്പിക്സ് ഇൻ GDയിൽ വളരെ ചാൻസ് ഉള്ള മറ്റൊരു ടോപ്പിക് AI പറ്റിയൊക്കെ നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് ഓൺലി ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. സോ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജോയിൻ മെമ്പേഴ്സ് നിലവിൽ നമ്മൾ 59 വളരെ ചെറിയ റേറ്റ് മാത്രമേ ഇതിനകത്ത് ഇവിടെ ചാർജ് ചെയ്യുന്നുള്ളൂ, മന്ത്ലി 59. സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കംപ്ലീറ്റ് ആയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. സ്റ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് MBA അഡ്മിഷനും MBA കോഴ്സ് സ്റ്റാർട്ട് ചെയ്താലും MBA വിദ്യാർത്ഥികൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള MBA വിദ്യാർത്ഥികൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട നിരവധി കണ്ടന്റുകൾ, ഇൻഫർമേഷൻ നമ്മുടെ ചാനലിൽ കൂടെ മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അനദർ തിങ് ഈസ് ഹൗ ടു ചൂസ് എ കോളേജ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ ഞാൻ പറയുന്ന ഫാക്ടർ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നമ്മൾ മുമ്പ് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഹൗ ടു ചൂസ് എ കോളേജ് എന്നുള്ളത്. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. തീർച്ചയായിട്ടും അത് നെക്സ്റ്റ് പാർട്ട് 2 നമ്മൾ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ, സം ഓഫ് ദ ടോപ്പ് റാങ്ക് കോളേജസ് ഇൻ കേരള, $1 million ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് കോളേജസ്? അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും സം ഓഫ് ദ സജഷൻസ് തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ വിൽ ബി കണ്ടിന്യൂഡ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആൾക്കാർക്ക് you take the membership, join for the membership option. So we'll meet in another video. Till then, bye bye, take care, stay well.